ഈ നെയ്യെടുക്കൽ സംഭവം ഉണ്ടല്ലോ എൻ്റെ വീട്ടിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ ഒരു 1.5 മാസം കൂടുമ്പോഴെങ്കിലും നടക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. കാരണം നമ്മൾ അത്രയും പാല് മേടിക്കുന്നതുകൊണ്ട് ഒത്തിരി ക്രീം നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തലേ ദിവസം തന്നെ പുറത്ത് വെച്ച നമ്മുടെ ക്രീമിനെ ഒന്ന് തണുപ്പിച്ചെടുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുക. കുറച്ച് ക്രീം ഒഴിച്ചിട്ട്, അതായത് മിക്സിയുടെ പകുതി വരെ ക്രീം ഒഴിക്കുക, പിന്നെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ല ഹൈ സ്പീഡിൽ തന്നെ അടിച്ച് കഴിഞ്ഞാണ്ടല്ലോ നല്ല പോലെ വേർതിരിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ ഈ പാലുണ്ടല്ലോ അത് നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അത് കുടിക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഒരു മാസമൊക്കെ ഇങ്ങനെ വെക്കുന്നതല്ല, അതിൻ്റെ സ്മെല്ല് തന്നെ ഭയങ്കര മോശം സ്മെല്ലാണ്. അപ്പോൾ അത് കഴിച്ച് ഫുഡിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കല്ലേ വയറിന്. പിന്നെ ബട്ടർ ഞാൻ കുറച്ച് മാറ്റി വെക്കാറുണ്ട് കേട്ടോ, എപ്പോഴും നമുക്ക് ആവശ്യം വരാറുണ്ട്. പിന്നെ ഇതാ പതുക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെയ്യ് ഇങ്ങനെ വേർതിരിഞ്ഞ് വരും കേട്ടോ. ഇതാ കണ്ടില്ലേ എന്തൊരു മൊഞ്ചാലേ കാണാൻ. ഇനിയും കുറച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ നെയ്യ് വന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മൾ അരിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതിലോട്ട് ഒന്നും ഇടാറില്ല. ഉമ്മ ഇവിടെ കറിവേപ്പിലയും മുരിങ്ങയിലയും അരിയും ഒക്കെ ഇടാറുണ്ട് കേട്ടോ. ഞാൻ അതൊന്നും ചേർത്താറില്ല. അല്ലാതെ തന്നെ നല്ല മണം ഉണ്ടാവാറുണ്ട്, നല്ല കളറും ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മുടെ നെയ്യ് ഇതാ ഇന്ന് ഇതുകൊണ്ട് നല്ല മട്ടൻ ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ ബൈ, ഓക്കെ.